ഇപ്പം നമ്മൾ എലിഫന്റ് ഫോൾസ് റോഡിലോട്ട് കയറി. ഇതൊരു വാട്ടർഫോളാണ്. ഒരു എലിഫന്റ് അത് നീ പറയോ? അപ്പം നമ്മൾ എലിഫന്റ് ഫോൾസ് റോഡിലോട്ട് കയറി. എലിഫന്റ് ഫോൾസ് എന്ന് പറയുന്ന ഇവിടെ മേഘാലയയിലുള്ള വാട്ടർഫോളാണ്. എലിഫന്റ് ഫോൾസ് റോഡിലോട്ട് കയറി. ഇവിടെ എൻട്രി ഫീസ് 300, ഒരാൾക്ക് 100 ആണ്. $300 ഞങ്ങളുടെ 300 rupees നമ്മുടെ നിന്ന് ചാർജ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളോട് കയറിയിട്ടുണ്ട്. എലിഫന്റ് ഫോൾസ് എന്ന് വെച്ചാൽ ഒരു എലിഫന്റിന്റെ ഷേപ്പിലുള്ള ഒരു വാട്ടർഫോൾ ആയിരുന്നു. പക്ഷെ ഇപ്പം ഒരു എർത്ത് വന്ന് ആ എലിഫന്റ് റോക്ക് തകർന്നു പോയി. പക്ഷെ എന്നാലും ഇപ്പം ഫോൾസ് ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ വിശദമായിട്ട് കാണാം. നമ്മളങ്ങനെ എലിഫന്റ് ഫോൾസിലെത്തി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എലിഫന്റ് ഫോൾസിൻ്റെ ചരിത്രം ഇപ്പോൾ തൊട്ട് മുന്നേ സാഗർജി പറഞ്ഞിരുന്നല്ലോ. അതാണ് സംഭവം. എലിഫൻ്റെ പോലെ ഇരുന്ന് റോക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ അകത്തേക്ക് പോയി. ഇതിനെ ആക്ച്വലി ഒരു മിനിറ്റ്, ഈ ഖാസിയിൽ ഇതിനെ പറയുന്നത് ശരിക്കും കാഷായിത് ലൈ പെഥാങ് കോഷി എന്ന് വെച്ചാൽ 3 steps വാട്ടർഫോൾസ്. 3 സ്റ്റെപ്പിൽ ഇരിക്കുന്ന വാട്ടർഫോൾസ് ആണ്. കാസി നമുക്ക് പറയാനൊന്നും അറിയത്തില്ല. നമുക്ക് ഇൻ സിമ്പിൾ വേർഡ്സ് എലിഫന്റ് ഫോൾസ് എന്ന് വിളിക്കാം. അത്യാവശ്യം നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. സോവനീസ് വാങ്ങിക്കാനും അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ. ഇത്രയും സ്ഥലത്ത് നമ്മൾ പോയതിൽ അത്യാവശ്യം ഷോപ്പുള്ളൊരു സ്ഥലം കണ്ടത് ഇവിടെയാണ്. നമുക്ക് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മളൊരു സോവനീസ് ഷോപ്പിൽ കയറിയത് കേട്ടോ. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, കാസി ഇൻസ്ട്രുമെൻറ്റ്സ്, കാസി ആർഷറി, കാസി ബാക്ക് പാക്ക്, അവർ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളിലെ മിനിയേച്ചേഴ്സ്. ഈ തടിയുടെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഷോൾസ് ഒക്കെ ഉണ്ട്. ഒരു ഷോൾ വാങ്ങിച്ചല്ലോ. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇവിടുത്തെ. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. വെൽക്കം ടു എലിഫന്റ് ഫോൾസ്. ഇതാണ് നമ്മളുടെ എൻട്രൻസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി എന്തോ സാധനമാണ്. ഇവരോട് ഒന്ന് ഫോട്ടോ എടുത്താലോ? ഇത് കോസ്റ്റ്യൂം അവരുടെ അല്ലേ? ആ, ഇവരുടെ കൾച്ചറൽ കോസ്റ്റ്യൂമാണ്. എടാ ഇതെടുക്കണോ? അതൊക്കെ എന്താ പറയുക? ഹായ് താങ്ക് യു. നമ്മളൊരു ഫോട്ടോഗ്രാഫി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ചാസി കോസ്റ്റ്യൂംസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിവിടുത്തെ കാസി ട്രഡീഷണൽ ആൾക്കാരാട്ടോ. അപ്പം നമ്മൾ അവരോട് ഫോട്ടോ എടുത്തു. നൈസ്, നല്ല ആൾക്കാരാട്ടോ. ഒരു പ്രശ്നമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ ആ ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോ എടുക്കാം. പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, അതേപോലെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിൽ അവർ നമ്മൾ ഇട്ട് തരും. പൈസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. സോ ഇത് നമ്മൾ എലിഫന്റ് ഹിൽസിലേക്ക് ഇറങ്ങുന്ന വഴി കേട്ടോ. ഈ റൂട്ടാണ് പോകേണ്ടത്. ടിക്കറ്റ് എവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇതിലാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് പോയി നോക്കാം. ഈ കാണുന്നതാണ് ഫോൾസ് താഴെ ഉള്ളത്. എടാ ഇവിടെ ഉണ്ട്, എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഫോൾ, സെക്കൻഡ് ഫോൾ, തേർഡ് ഫോൾ. ഫസ്റ്റ് ഫോൾ ഇതാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. എലിഫന്റ് ഫാൾസ്. യെസ്, ഇതാണ് ഫസ്റ്റ് ഫോൾ. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഡേഞ്ചർ ആയിരിക്കും, അതായിരിക്കും ഒരു പക്ഷേ. വേറെ വഴിയുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഏതായാലും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വെള്ളം കുറവാണ്, പക്ഷേ ഇല്ലെന്നല്ല, വെള്ളം കുറവാണ്. അതിൻ്റെ മേളിൽ നൈസാന്ന് തോന്നുന്നു. ആ ഒരു ഇവിടെ കണ്ടോ ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇല്ല,
നമ്മൾ ഇറങ്ങി വന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു അടിപൊളി സീനറിയാണ് നമുക്ക് പിന്നെ എടുക്കണമെന്ന്. ആ വെള്ളമാണ് ഇതിനകത്ത് ഒഴുകി വരുന്നതെന്ന് മനസ്സിലായോ? ആ നമ്മൾ മേളിൽ കൂടെ ഇറങ്ങും. ഓക്കെ ഓക്കെ ഓക്കെ. സോ അതാണ് ഇവിടുത്തെ സംഭവം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫോൾ കഴിഞ്ഞു. സെക്കൻഡ് ഫോൾ ഇങ്ങോട്ടാണ്, തേർഡ് ഫോളും. പിന്നെ നമ്മളെല്ലായിടത്തും ഫോട്ടോ എടുക്കാറുള്ള മേഘാലയ ടൂറിസത്തിൻ്റെ ബോച്ച് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ താട്ട് പോയേക്കാം. അലക്സിയും സാഗർജിയും തമ്മിൽ എന്തൊക്കെയോ കാണിക്കുന്നു. കുൽസിത തമാശകൾ ഇവൻ പറയുന്നു. ഓക്കെ, ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടോ? എന്തോ കാഫേ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ ആണ് പണി നടക്കുന്നേ ഉള്ളൂ. അത് റിനോവേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് ഇനി താഴോട്ട് പോകാൻ കിടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ടോ ഈ മുളക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സ്? എല്ലായിടത്തും മേഘാലയ ടൂറിസത്തിന് അണ്ടറിലുള്ള എല്ലായിടത്തും ഈ സാധനമുണ്ട്. ടൂറിസത്തിന് മാത്രമല്ല, അല്ലാത്ത സ്ഥലത്തുണ്ട് കേട്ടോ. അതെൻ്റെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതെ, ഇതാണ് അടുത്ത ഫോള്. ഇത് സെക്കൻഡ് ആയിരിക്കും അല്ലേ? അതെ, ഇത് സെക്കൻഡ് ഫോള്. ഈ കാണുന്നതാണ് തേർഡ് ഫോള്, താഴെ കാണുന്നത്. അപ്പോൾ താഴെ പൊട്ടെടുക്കാം. വെള്ളം കുറവാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ എന്തോ ഒരു ചെറിയ കേവ് സെറ്റപ്പ് ഉണ്ടേ, നമുക്ക് കയറി നോക്കാം എന്താണ്. ഇത് എന്താണെന്ന് ചോദിച്ച ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. എന്തൊരു കേവാണ്, എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ബിഹൈൻഡ് കാണുമായിരിക്കും. നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക് പോവാം. ഉണ്ടോ എഗെയിൻ വേസ്റ്റ് ബോക്സ്, സോറി വേസ്റ്റ് ബിൻ. ഇതിലോട്ടെ രണ്ടുമൂന്ന് സ്റ്റെപ്പിറങ്ങി താഴത്ത്. ഇവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും കയറി വെച്ചിട്ടുണ്ട്. പുള്ളിറങ്ങാൻ പറ്റില്ല, ഡേഞ്ചർ ആയിരിക്കുമല്ലോ. ഇതാണ് തേർഡ് ഫ്ലോർ. വെള്ളമുണ്ട് അത്യാവശ്യം, പക്ഷേ വിൻ്ററിന് അത്ര ഇല്ല. വിൻ്ററും പോട്ടെ, മൺസൂണിന് അത്ര ഇല്ല. ഇവിടെ കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ, തിരക്കുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കാനുള്ള പ്രശ്നമൊന്നുമില്ല, സമയം കിട്ടുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിന് മാറാൻ പറ്റില്ല. വാർണിംഗ്, ബാത്തിങ് ആൻഡ് സ്വിമ്മിങ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. വിത്ത് ബൻ സുന്നെ ജങ് ഹഗിനെ. അത് കാസി ലാംഗ്വേജാണേ. അലക്സേട്ടന് ഒരു പോയിന്റ് പറഞ്ഞേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാർണിംഗ്, ബാത്തിങ് ആൻഡ് സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ് എന്ന്. അവിടെ നിങ്ങൾ കാണാമെന്ന് അറിയത്തില്ല, കാണിച്ചുതരാ. ഇവിടെ താറാവ് നീന്തുന്നു. പണി കിട്ടും താറാവിന്. പ്രൊഹിബിറ്റഡ് സ്ഥലത്ത് അങ്ങനെ നീന്തുന്നത്. ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാട്ടോ, കണ്ണൂരിൽ നിന്ന്. അവരിങ്ങനെ ബൈക്കിൽ ട്രിപ്പ് അടിക്കുന്ന. അവർ ഇന്നലെ ഇന്ന് വന്നതേ ഉള്ളൂ. പിന്നെ അവരെ അരുണാചൽ എന്തോ ഏരിയ കവർ ചെയ്യാൻ പോകും. അപ്പോൾ ആൾക്കാരൊക്കെ ബൈക്ക് എടുത്തൊക്കെ വരുന്നുണ്ട്. ട്രിപ്പ് മൂടുണ്ടെങ്കിൽ ട്രിപ്പ് മോഡാണ്. അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അതെ, ഓക്കെ, ബൈ. അങ്ങനെ എലിഫന്റ് ഫോൾസിനോടും ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അയ്യോ സ്റ്റെപ്പ് കയറുക. അയ്യേ അടുത്തു. ഇറങ്ങി നല്ല സുഖമായിരുന്നു. മേലോട്ട് പോവാം. മേളിൽ പോയിട്ട്
വണ്ടി എടുത്ത് നമുക്ക് പോവാം. ഇവിടുത്തെ വേസ്റ്റ് ബിൻ മാത്രമല്ല, പബ്ലിക് ടോയ്ലറ്റ്സ് എല്ലാം അത്യാവശ്യം നീറ്റാണ്. ഒരുപാടെണ്ണം ഉണ്ട്. സത്യം പറയാം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. അതെ, ടൗണുകളിലൊക്കെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ്. നമ്മുടെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ പോലും കയറാൻ പറ്റത്തില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇരിക്കുക, അനങ്ങാൻ അത്രേ ഉള്ളൂ. Exclusive from Mallu Sanjaris. International Chinese player. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ 2 മലയാളീസിനെ കണ്ടെന്ന്. അവരാണ് ഇരിക്കുന്നവര്. പരിചയപ്പെടുത്തു. എൻ്റെ പേര് ഷാരോൺ. ഞാൻ വരുന്നത് ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്താണ്. ഇതെൻ്റെ ഫ്രണ്ട് ആഷിഖ്. പുള്ളിക്കാരൻ സെയിം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചാലക്കുടി. ഇരിക്കുന്ന ആള് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇന്ത്യൻ പ്ലെയർ. ഇവരുടെ ഡ്രസ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളോട് ചുമ്മാ കടന്ന് വിളിച്ചിട്ടാണ്. പക്ഷെ അല്ല, ഒരിക്കലും അല്ല. നാഷണൽ കുഴപ്പമുള്ളൂ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ടെന്നീസ് കോച്ചാണ്. കോച്ചാണോ? നമ്മൾ മൊബൈൽസ് പറഞ്ഞു, ചായം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് സ്പോട്ടൊന്നുമില്ല. ഇനി നേരെ തിരിച്ച് പോയേക്കുക. അതുകൊണ്ട് പുച്ഛിച്ച ഭാഗത്തോടെ നിൽക്കുന്നല്ലേ സാഗർജി ആൻഡ് പോയേക്കുന്നു. അപ്പോൾ ശരി, നമുക്കിനി എവിടെയെല്ലാം കിടക്കി വെച്ച് കാണാം. നമ്മൾ ഇവിടെ ആയിരുന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മൾ ഗുവാഹട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് വണ്ടിയിൽ പെട്രോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കിയിട്ട് പമ്പൊക്കെ അടച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന വഴിക്ക് ചുമ്മാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കാണാം, വരുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പം ഒരു കടയിൽ ഉണ്ടായിരുന്നു പെട്രോൾ. അപ്പം ഇവിടുന്ന് നമ്മൾ തക്കാലം വാങ്ങി 5 ലിറ്റർ വാങ്ങി ഒഴിച്ചു. അപ്പം വരുന്നവരൊക്കെ പെട്രോളൊക്കെ നേരത്തെ അടിച്ചു വെച്ചേക്കുക. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ പെട്ടെന്ന് കടയൊക്കെ അടയ്ക്കും, ഒന്നും കാണത്തുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, പല കടയിലും ഇവിടെ പെട്രോളൊക്കെ സ്റ്റോക്കുണ്ട്. കാണത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലം കാണിച്ചു തരും. അപ്പോൾ നമ്മൾ തക്കാളി ഇവിടുന്ന് വാങ്ങിച്ചു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പം ഗുവാഹട്ടി ചെന്നാലും ബാക്കി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഗുവാഹട്ടിയിലാണോ പ്രോപ്പർ? തൊട്ടടുത്ത അല്ലേ? ഓക്കെ. നമ്മളപ്പം പ്രോപ്പർ ഗുവാഹട്ടിയിലെ ഹോട്ടലിലെത്തി. രാത്രിയിൽ വെളിവൊന്നുമില്ല, ബോധമെല്ലാം പോയി. അല്ല, വെളിവില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. ഇവിടെ കയറി പറയുമ്പോൾ എനിക്ക് തിരിയുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. നാളെ ഇനി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും കാണത്തില്ല. നാളെ ഇനി നമ്മൾ റിട്ടേൺ അല്ലേ. അപ്പോൾ നാളെ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. നമ്മുടെ ട്രിപ്പെല്ലാം ഇന്നും കൊണ്ട് തീർന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോഴത്തേനും അതുവരെ ബൈ. എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞു. Subscribe, share and like. ചേട്ടാ, നമ്മൾ ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യുക. എന്തെങ്കിലും പറഞ്ഞോ? സോ ഇന്നല്ല, നാളെ ദേവൻ പോവുകയാണ്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളൊപ്പം വെയിറ്റ് ചെയ്യാൻ. ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ദേവൻ വിൽ മിസ് യു. പ്ലീസ് സ്റ്റേ. ആൻഡ് ഗൈസ്, നമ്മളിനി എപ്പോഴെങ്കിലും ദേവൻ ഞങ്ങളൊപ്പം ട്രിപ്പിന് വരികയാണെങ്കിൽ ചാനലിലേക്ക് കാണാം പ്ലീസ്. അപ്പോൾ ശരി, ബൈ.